വൈക്കത്ത് അഷ്ടമിയായിട്ട് പോയില്ലേ ചേച്ചി എന്നൊരു കമന്റ് കണ്ടിരുന്നു. പിന്നെ പോകാതിരിക്കുക, വൈക്കംകാർക്ക് അഷ്ടമി വന്നിട്ട് വീട്ടിലിരിക്കാൻ പറ്റുമോ? നേരത്തേക്ക് എല്ലാവരുടെയും കയ്യിൽ ഈ ഫോൺ വന്നതിന് മുന്നേ വീട്ടിലെ ഒറ്റമരത്തിലെ കുറങ്ങനെ പോലെ ഇരിക്കലാണല്ലോ പരിപാടി. അപ്പൊ ഈ അഷ്ടമി സമയത്ത് എന്തൊരു എരമ്പലാന്നറിയാവോ ആൾക്കാരിങ്ങനെ തിങ്ങി പോണേന്. അത് വീട്ടിൽ ഇരുന്നാൽ സൗണ്ട് കേൾക്കാൻ പറ്റും. നമുക്കൊരു സമാധാനം കിട്ടില്ല. 12 ദിവസത്തെ ഒറ്റ ദിവസം നമ്മളെ വീട്ടിൽ നിന്ന് അപ്പനമ്മയും കൊണ്ടുപോകത്തുള്ളൂ. അത് അമ്പലത്തിന് അവിടം വരെ എത്തത്തില്ല. ഞങ്ങൾ പിന്നെ തള്ളി അവിടം വരെ എത്തിക്കും. ഒരു മഞ്ഞ ചമ്മന്തിയുണ്ട്, അത് വെച്ചോണ്ട് സ്കൂളിൽ ചെന്നില്ലേ പിറ്റേ ദിവസം ഭയങ്കര നാണക്കേട് എല്ലാവരുടെ തലയിലും കാണും മഞ്ഞ ചമ്മന്തി. അതൊക്കെയാണ് നമ്മുടെ പണ്ടത്തെ അഷ്ടമി ഓർമ്മകൾ. ഇത്തവണ ബീച്ചിൽ ഒരു അവതാർ സെറ്റപ്പാട്ടോ ഒരുക്കിയിരുന്നത്. അവതാർ സിനിമ കാണാത്തതുകൊണ്ട് എനിക്ക് വലിയ പിടുത്തൊന്നുമില്ല. ഈ ഒരു പുള്ളിക്കാരത്തിനെ മാത്രം അറിയാം, ആൾ അവിടെ ഇരുന്ന് തലയാട്ടുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഇത്തവണത്തെ ബിഗ് ബോസിലുണ്ടായിരുന്ന സ്പൈക്കോട്ടൻ അതിലേതിലേം കറങ്ങി നടപ്പുണ്ടായിരുന്നു. ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ ആളുടെ ചാസൊക്കെ വേണം നെഞ്ചത്തിൽ വീണു. പിന്നെ അപ്പുറത്തെ ഒരാൾ നിന്ന് താളം ചോട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. ജേസനാണിത് ഭയങ്കര വീക്ക്നെസ് ആണ്. ഇത് എത്ര എറിഞ്ഞാലും കിട്ടാറില്ല, പിന്നെയും പുള്ളി എറിഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെ ഇത് ഇത്തവണ വന്ന പുതിയൊരു സംഭവമായിരുന്നു. ക്രെയിൻ കൊണ്ട് ആൾക്കാരെ വലിച്ചു കയറ്റി പൊക്കത്ത് കൊണ്ടുപോയിട്ട് ചായ കൊടുക്കുമെന്നാട്ടോ പറഞ്ഞത്. നമ്മൾ കയറിയില്ല, തലയ്ക്ക് 300 പിന്നെ എന്തൊക്കെയോ കാരണം കൊണ്ട് ഞാൻ ഇതുവരെ കയറാത്തൊരു സാധനമായിരുന്നു ഈ ആകാശവും. ഞാൻ ഇത്തവണ കയറി കുറച്ചു നേരം മനസ്സ് തുറന്ന് കയറിയപ്പോൾ ആശ്വാസം കിട്ടി.